അത് നല്ല തയ്യല്ലേ, നല്ല ആരോഗ്യമുള്ള തൈകള്. നീ നോക്കിക്കണ്ട, പലഹാരം ഉണ്ടാക്കാൻ വന്നല്ലേ. ചേട്ടൻ തന്നെ ഉണ്ടാക്കിക്കോട്ടെ. വെള്ളം നന്നായി തിളച്ചു. അവർ കഴിക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചെറുപ്പത്തിലുള്ള ഒരു നൊസ്റ്റാൾജിയ സാധനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമ ഓടിച്ചെന്ന് പിടിക്കുമ്പോ പിടുത്തം കിട്ടി ഇത് മുടിയുമല്ല. ഇതാണ് മുടി കേട്ടാ. റെസ്ക്യൂ ഓപ്പറേഷൻ. ഇവിടുത്തെ ഇതൊക്കെ വലിച്ചു ദൂരളഞ്ഞു അതാ കഴിഞ്ഞു. കോഴികൾക്ക് സാധനങ്ങളായി. അല്ല കോഴികൾക്ക് നമ്മുടെ ബ്രൊക്കോളിയുടെ ജന്മം കഴിഞ്ഞു. അല്ല ജന്മം എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലത്ത് ഇത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ കുഴിയിലൂത്തി നമ്മുടെ തക്കാളിയുടെ തൈ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കയ്പക്കായര തൈ കുരു വെച്ചിട്ട് മുളക്കില്ല ശരിക്കും. അപ്പോൾ നല്ല തയ്യല്ലേ, നല്ല ആരോഗ്യമുള്ള തൈകള്. ഇത് വേറെ സ്ഥലത്ത് വയ്ക്കുന്ന കേട്ടാ. ഇവിടെ തക്കാളി പിന്നെ കുഴിച്ചിടാൻ വെച്ചിട്ടാ ഞാൻ കുഴികൾ ഊത്തിയപ്പടി. തക്കാളി ഇനി ഉണ്ടാവോ? തക്കാളിയുടെ സീസൺ കഴിഞ്ഞില്ലേ? സീസൺ കഴിഞ്ഞു. ഈ കൊടും വേനലിൽ എങ്ങനെ ഉണ്ടാവാനൊക്കെ വാടിപ്പോവല്ലോ. നോക്കിയൊക്കെ നമുക്ക് ഇനി നല്ല വേനൽക്കാലത്ത് ഉണ്ടാവണ പച്ചക്കറികൾ മാത്രം നട്ടാ മതി. ഇനിയിപ്പോൾ അത്രയ്ക്ക് വലിയ ഈ വേനലിൽ പിടിച്ചേക്കാൻ ഒരു പച്ചക്കറിക്കാവില്ല. കൊത്തമര പിടിച്ചേക്കും ചിലപ്പോൾ. ഈ രീതി പരീക്ഷിക്കുമ്പോൾ പിന്നെ അല്ല തമിഴ്നാട്ടിലൊക്കെ ഇവിടത്തേനേക്കാളും ഭയങ്കര ചൂടല്ലേ? അവരവിടെ ചൂടാ അല്ലേ? ചൂടല്ലേ? ചൂടിനെയാ. അപ്പം അവിടെ അല്ലേ എല്ലാ പച്ചക്കറികളും? കേരളത്തിലേക്കുള്ള സകല പച്ചക്കറികളും വരുന്നത് അവിടെ നിന്നല്ലേ? അപ്പം അവിടെ എങ്ങനെ ഉണ്ടാവണം ഈ ചൂട്ടത്ത്? എനിക്കറിയില്ല. അവരോട് എല്ലാ പച്ചക്കറികളും ഉണ്ടാവും അടിപൊളിയിട്ട്. നീ നോക്കിക്കണ്ട, എന്നിട്ട് പലഹാരം ഉണ്ടാക്കാൻ വന്നല്ലേ. എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. ചേട്ടൻ തന്നെ ഉണ്ടാക്കിക്കോട്ടെ. ഇത് ഉണ്ടാക്കലും ഇത് പണിയിലും ഒരുമിച്ച് നടക്കില്ലേ. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടാ, തമാശക്ക് പറഞ്ഞതാണേ. ഈ പണി കൊടുക്കണ്ട്, ഇനി ഓരോ സാധനം ഉണ്ടാക്കി തരും വേണം വിചാരിക്കും എല്ലാവരും. അല്ല ഈ പയറ് ഇത് എവിടേക്ക് പോണെന്ന് അറിയാണ്ട് ചേട്ടാ വഴി അറിയാണ്ട് നിക്കണു. പന്തല് പോയിക്കണം. അത് ലോലയാ പന്തല്. അത് ഉണ്ടാക്കില്ല കഴിഞ്ഞിട്ട് പന്തല് വയ്ക്കാം. പന്തല് ഏതിന്റെ പന്തലാ കഴിഞ്ഞത്? അതെ അതിന്റെ പന്തലേക്കാണ്. ആ പന്തല് ഞാൻ ഉണ്ടാക്കാൻ പിരിട്ടാവും. ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാട്ടാ. അപ്പം എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാണുമ്പോഴൊക്കെ നല്ല എളുപ്പമാണ്. ഉണ്ടാക്കി നോക്കട്ടെ ഇനി. ആ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ചെണ്ടുമല്ലിമേലൊക്കെ നന്നായി പൂവായില്ലേ? പക്ഷെ ഒരെണ്ണം എന്താ ഇവിടെ വീണ് എടുക്കണു ചേട്ടാ. അതിന് കാല് കുത്തണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ കുത്തി തരാം. അതിന് ഇവിടെ ഒരുപാട് കോല് വെച്ചിട്ടുണ്ടായിരുന്നു. തയ്യല്ല അതൊരു കളറാ അല്ലേ? ഓറഞ്ച് ഇല്ല അല്ലേ? എല്ലാം മഞ്ഞ തയ്യ കിട്ടിയേ? ഇല്ല, ഇത് മാത്രം കിട്ടിയല്ലോ. അതിനിപ്പം ഞാനൊരു കാല് കുത്തി വെക്കാം. എന്നിട്ട് അങ്ങോട്ട് മാറ്റി കാല് മാറ്റി അതേ കാലുമ്പോൾ കുത്തു കിട്ടും. ഈ പൂവ് ഒന്നും ഉണ്ടായിട്ടൊന്നും ചിത്രശലഭം വരുന്നത് ഇതല്ലേ? പൂമ്പാറ്റ ചെടി എന്ന് പറഞ്ഞ പൂമ്പാറ്റ ചെടി ചിലപ്പോൾ അത് തന്നെയാവും പൂമ്പാറ്റ ചെടി. ഇത് മറ്റേ സാധനല്ലേ? ഞൊട്ടാഞ്ഞൊടിയനല്ലേ? അത് ഞൊട്ടാഞ്ഞൊടിയനെ. കുറെ മുളക്കുണ്ടല്ലോ ഇപ്പൊ അവിടെ ഇവിടേക്ക്. മഴ പെയ്തപ്പോ ചെരിഞ്ഞ് കിടന്ന ചെണ്ടുമല്ലി നോക്കിയേ, ഭംഗി വന്ന് നോക്കിയേ. കണ്ടോ അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. അതന്നെ അല്ലേ? നല്ല ഭംഗിയുണ്ട്. എന്തൊരു ഭംഗിയല്ലേ ഇത്! ഓരോന്നും ഓരോ പൂവാല്ലേ? ഈ ഒരു പൂവില്ലേ, ഈ ഒരു പൂവിന്റെ ഇങ്ങനത്തെ ഓരോ കുമ്പിള് പോലത്തെ സാധനല്ലേ, അത് ഓരോന്നും ഓരോ വിത്തായി മാറും. കറുപ്പ് ഫോട്ടോ എടുത്ത രണ്ടുപേരും
അത് വേണം. അല്ല ഇത് വെറുതെ ഒരു തമാശ. ഫോട്ടോ എടുക്കണ പോലെ വീഡിയോ എടുത്താൽ മതി. വീഡിയോ എടുത്താൽ മതി. സ്റ്റഡിയിലേക്ക് ടി വി കണ്ടില്ലേ ഇങ്ങനെ മറ്റേ സാധനം വരുന്നത്. റെഡി? കണ്ടാ നമ്മുടെ പച്ചാസ് വളരെ ഭംഗിയുണ്ട. ചാണ ഇട്ടപ്പോളേ പുതിയ ചാണ ഇട്ടപ്പോ അപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാട്ടാ. സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് എന്തുട്ടാ? തീ കത്തിക്കണ? ഞാൻ കത്തിക്കണ? തീയൊക്കെ കത്തി. ആലു സൂചി പിന്നെ എന്നിട്ട് ചേർക്കാൻ ചേക്കുക വടാന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം നമുക്ക്. അതിനൊരു പേരുണ്ടായിരുന്നു ഈശ്വര. വീണു. തലയിലേക്ക് വീണാ? ഒന്നും സംഭവിച്ചിട്ടില്ല. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അവർ ഓയിൽ എന്നാണ്ടാ പറയണേ. വെളിച്ചെണ്ണയാ വലിയ വേറെ വല്ലതായിരിക്കാം ചിലപ്പോൾ. നോർത്ത് ഇന്ത്യക്കാർ ഉപയോഗിക്കണ ഏത് ഓയിലാണ് ചെകുക? അതെ. നമ്മുടെ പയറിന് പന്തലിടാൻ പോവാ. ചേട്ടാ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞുണ്ടാ? പച്ചമുളക് ചതച്ചുണ്ട്. അല്ല ഇഞ്ചി ചതച്ചുണ്ട്. ആ ചതക്കച്ച് ഇത് അരിയായിരുന്നു വേണ്ടിയിരുന്നേ. ചതക്കണമെന്നല്ല നീ പറഞ്ഞേ. പച്ചമുളക് വേണം. പച്ചമുളക് ഇവിടെ ഇഷ്ടം പോയിണ്ട്. പച്ചമുളകിൻ്റെ ചെടിയൊക്കെ കണ്ട ഒരു ഭംഗിയിലേ കാണാനായിട്ട്. എല്ലാത്തുമ്മലേക്കും ഈ പശ വീണട്ടെ. അതിൻ്റെ കുറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു 3 പച്ചമുളക് കേട്ടാ. ഓയിൽ ചൂടാകുമ്പോൾ കടുക്. ചൂടായിട്ടില്ലേ? ചൂടായ പോലെ ആക്ട് ചെയ്തായിരുന്നു. പുക വരുന്ന കണ്ടാൽ ഞാൻ ചെറിയ ചൂടായിരുന്നു. കടുക് ഇട്ട് പൊട്ടുന്നു. പൊട്ടി കഴിട്ടെ. അപ്പോൾ നല്ല ജീരകം കേട്ടാ. നല്ല ജീരകം ഇട്ടു. അതും പൊട്ടി. അപ്പോൾ വെള്ള എള്ള് ഇടും. അതുവരെ ഈ പന്തല്ലേ ഇത് പിടിച്ച. ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, ഇഞ്ചി പിന്നെ പച്ചമുളക് അരിഞ്ഞതും. ലോല പ്രാവശ്യം നന്നായി വന്നിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ലോല ആകെ എണീറ്റിക്കാൻ ഏപ്പിയില്ലാത്ത പോലെ വരാറ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ റവയാണ് കേട്ടോ വേണ്ട മെയിനായിട്ട് ഇതിൻ്റെ സാധനം. റവയും ഉരുളക്കിഴങ്ങും. അപ്പോൾ എന്തോരം റവ എടുക്കണുണ്ടോ അതിൻ്റെ 3 ഇരട്ടി വെള്ളം എടുക്കണം. അപ്പോൾ 1 കപ്പ് റവ എടുക്കാം അല്ലേ? അപ്പം നമ്മൾ 1 കപ്പ് റവയാണ് എടുക്കാൻ പോകണം. അപ്പം 3 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് കുത്തിപ്പൊടി മുളക് അഥവാ ചില്ലി ഫ്ലേക്സ്. അത് കുറച്ചിട്ട് കൊടുക്കുക. ഇതടപ്പീതാ. ഇത് ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ കണ്ടതാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ചാനൽ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. എന്താ പാവായിട്ടൊന്ന് ആക്ട് ചെയ്യണത്. അത് അടച്ചിട്ട് അവിടേക്ക് നിങ്ങൾ വന്നിക്ക് ജഗ്ഗു അമ്മേരുടെ അടുത്തേക്ക്. എൻ്റെ ആവശ്യം വേണ? ആരാവശ്യം? ഞാൻ ചേട്ടൻ്റെ ആവശ്യമില്ല. അടിപൊളിയായിട്ട് ഇട്ടു. തക്കാളി നട്ടു. ഇനി ഇതെന്തൊരു വെള്ളം നിറച്ച്. രാത്രിക്കുള്ള ഭക്ഷണം ഇതാണ് ഇന്നത്തെ രാത്രിയിലേക്കുള്ള ഭക്ഷണം. കൂർക്ക്. അയ്യോ ഒരു സാധനം കൂടി വേണ്ടതായിരുന്നു ജഗ്ഗു. തീ ഇത്തിരി കൂട്ടിയേക്കട്ടെ. വേണ്ടത് പറഞ്ഞോ. സോസ്, ടൊമാറ്റോ സോസ്. കഴിഞ്ഞു. ഞാൻ നോക്കി പറയാം. ടൊമാറ്റോ സോസും കൂടി വേണം ഈ സാധനം തിന്നുമ്പോൾ. അല്ലെ പിന്നെ ഒരു മയോണൈസ് ഇല്ലേ, ഒരു ലൈറ്റ് റോസ് കളർ പോലത്തെ മയോണൈസ് ജഗ്ഗു. അയ്യോ വായിന്ന് വെള്ളം വരുന്നു ജഗ്ഗുന്.
പിന്നെ ഏതിൻ്റെയാ? അത് സംസാരിക്കുമ്പോൾ ജഗ്ഗുവിന് ഉമിനീർ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്. എന്തേലും പറയുമ്പോഴത്തേക്ക് വായെന്ന് ഇങ്ങനെ വെള്ളം ഒഴുകും അല്ലേ? ഉപ്പുമാവാണോ? വെള്ളം നന്നായി തിളച്ചു. അപ്പം അതിലേക്ക് നമ്മൾ ഈ 1 കപ്പ് റവ ഇടുന്നു. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവ എടുക്കണതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കുള്ളൂ. പക്ഷേ ഇതെന്താണോ 3 ഇരട്ടി വെള്ളം വേണമെന്നാണ് അതിൽ പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത്. കണ്ടേ, കൊളാവോ, സൂപ്പാവോ. ഇത് കട്ടയായിക്കൊണ്ടിരിക്കണു കേട്ടാ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, ഇത് ഉടയ്ക്കണം. അത് ജഗ്ഗു ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടച്ചതായി കൈ കൊണ്ട് ഉടയ്ക്കാൻ പോണേ. ഒരു പൊട്ടാറ്റോ മാഷർ വാങ്ങിക്കായിരുന്നു അല്ലേ ജഗ്ഗു? അതൊക്കെ എപ്പോഴും ഈ വക സാധനങ്ങൾ പൊട്ടറ്റ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയറലോ അല്ലാണ്ട് വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉടയ്ക്കാവുന്നുള്ളൂ അല്ലേ കൈ കൊണ്ട്. നമ്മുടെ 2ാം തലമുറ പാലക് ചീര നോക്കി എത്ര ഭംഗിയായി നോക്കി സരിത. ഞാനിവിടെ തീ എടുത്താൻ പോവാട്ടാ. കെടുത്തിക്കോ, തീ എടുത്താൻ പോവാ. ഈ ഒരു പാകത്തിലേക്ക് എടുത്തണം തീ ഓഫ് ചെയ്യാട്ടാ. കഴിഞ്ഞു പരിപാടി, ചേട്ടൻ പറയണ പോലെ. ഇനി ആ പൊട്ടാറ്റോ ചേർക്കണം. ഇതിന് ചൂടാറിയിട്ട് ഇതിന് കുഞ്ഞ് ബോളാക്കിയിട്ടേ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. അവർ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ തിന്നൂടെ? അച്ഛനാണെങ്കിൽ ഇപ്പം ഇതിങ്ങനെ തിന്നും. അത് കേൾക്കേണ്ടതാ. സച്ച ഓടി വരും പണിയൊക്കെ നിർത്തിയിട്ട്. എന്തായി, കഴിയാറായാ ചേട്ടൻ്റെ പരിപാടി? കഴിയുന്ന പരിപാടി ഇല്ലേ? നിനക്കൊരു സാധനം ഞാൻ കാണിച്ചു തരണ. കാണിച്ചതായോ? ചെറുപ്പത്തിലുള്ള ഒരു നൊസ്റ്റാൾജി സാധനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാണിച്ചു തരൂ. കാണിച്ചു തരാം. ഇതെന്തായി സാധനം? ഇത് ചൂടാറണ? അയ്യോ, അത് വേറെ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കുക. അങ്ങനെയാണ് ചൂടാറാൻ. തിരിച്ചറിഞ്ഞാൽ മതി. അല്ല, ചൂടുണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഈ സാധനം ചൂടാവും എനിക്കറിയില്ല. ചൂടാവാറുണ്ട്. എന്തുട്ടുണ്ണി പറഞ്ഞേ? ചൂടാവില്ലല്ലോ. അത് ചൂടാവാൻ പാടില്ല. അത് പൊട്ടാറ്റോ എന്തൊരു ചേട്ടന് കാണിച്ചു തരാളെ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ നിന്ന് വിളിച്ചോണ്ടോട്ടല്ലേ, ശരിയാവില്ല. വായോ. അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിച്ച് പറയും. എന്തിട്ടാണ് ചേട്ടൻ നൊസ്റ്റാൾജി ഉണ്ടാക്കിയ സാധനം? അത് കുഴച്ച് വെച്ചെങ്കിൽ നീ കൈ കഴുകിക്കോ. ചെറുപ്പത്തില് നമുക്ക് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കടുത്ത വേനൽക്കാലം കേട്ടാ. കടുത്ത വേനൽക്കാലം ആകുമ്പോ ഈ പാടം, ഇത് അവിടെ ഒരു പാടായിരുന്നു, വലിയ പാടായിരുന്നു. ഇപ്പോഴും പാടം തന്നെയാ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല അന്ന് കൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കും. അപ്പൊ പാടം വിശാലമായി കിടക്കുമ്പോൾ വേനൽക്കാലത്ത് പശുക്കൾക്ക് പുല്ല് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഈ പാടത്ത് ഒരു തരം പുല്ല് ഉണ്ടാവും ഇങ്ങനെയുണ്ട്. അതായത് മണ്ണിലെ നടുവിലത്തെ വേര് ഇങ്ങനെയായിട്ട് ശരിക്കും ഇങ്ങനെ ഒരു സ്ക്രൂ പോലെ ഇങ്ങനെ അടിയിലേക്ക് താന്ന് കിടക്കും. എന്നിട്ട് ഈ ഇതുമെന്ന് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ അതിൻ്റെ ശിഖരങ്ങൾ ഇങ്ങോട്ട് പോയി പാടർന്ന് മണ്ണിലായിട്ട് പറ്റി പിടിച്ചെടുക്കും. അത് പശുവിന് ഇഷ്ട, പശുക്കൾക്ക് ഇഷ്ടമാണ്, ആട്ടങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരു ആടുണ്ടായിരുന്നു നമുക്ക്, മണി എന്ന് പറഞ്ഞൊരാട്. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ പുല്ല് എങ്ങനെ എടുക്കാന്നറിയോ? അത് എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹോബിയാ. അപ്പൊ ഞങ്ങൾ പല പല കളറിലുള്ള ഇതെങ്ങനെ വെച്ചാൽ ഇത് ഈ ഇഷ്ടിയുള്ള കാരണമാണ് ഇത് ഇങ്ങോട്ട് പോവാ. അത് കണ്ട, ഇത് പല സ്ഥലത്തേയും പോയി കണ്ട. അല്ല, ഇത് ഇതിന്റെ പോക്ക് നോക്കി അവിടെ ഉണ്ടല്ലേ. ഇതിപ്പോ ഇഷ്ടിയുള്ള കാരണമാണ് ഇങ്ങോട്ട് പോവാത്തത്. അയ്യോ, ഇത് നിറയെ ഉറുമ്പാ. കണ്ടാ നോക്കിയേ. അപ്പൊ അതിൽ പോയി നീ കൈയിടല്ലേ, അത് കടിക്കണ ഉറുമ്പാ നിറച്ച്. കാണിച്ചാറ് ഒരു ഓർമ്മനെ. അത് കണ്ട ഇതാണ്. അപ്പൊ അത് ഈ സമയത്താണ് ഉണ്ടാക്കുക. ഇതിന് ഇങ്ങനെ നമ്മള് ഇതിങ്ങനെ പിടിക്കട്ടെ. ഞാൻ പിള്ളേരുകളെ കുറേ പിള്ളേരുകളുണ്ടാവും. എല്ലാവരെയും ചാക്ക് ഉണ്ടാവും. ചണച്ചാക്ക് നോക്കിയാ ഇങ്ങനെയായിട്ട് എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് നോക്കിയേ, മുടി പോലെ ഇതിങ്ങനെ ഒരു വലിയ സീതാർ മുടി എന്നാ പറയാ. അതെ, വലിച്ചിട്ട് നോക്കിയേ ചേട്ടാ. സീതാർമുടി സീതാർമുടി എന്നാണ് ഈ ചെടിയുടെ പേര്. അതായത് സീതാദേവി പണ്ട് ഭൂമി പിളർന്നു പോയില്ലേ കഴിഞ്ഞ മാസം. നീ പറഞ്ഞ അങ്ങനെ സീതാദേവി ഭൂമി പിളർന്ന് ശ്രീരാമൻ ഇങ്ങനെ ചെല്ലും അടുത്തേക്ക്. അപ്പോ എൻ്റെ അടുത്ത് ഈ വരരുത് എന്നിട്ട് സീത പോവും. ഭൂമി പിളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പോകുമ്പോ
ശ്രീരാമ ഓടിച്ചെന്ന് പിടിക്കുമ്പോൾ പിടുത്തം കിട്ടിയത് മുടിയുമല്ല. അപ്പോൾ ഒരു പിടി മുടി കയ്യിൽ പോന്നു, ഇങ്ങനെ പൊട്ടി പറഞ്ഞു പോന്നു. സീതാദേവി പോയി, ഭൂമി ഇങ്ങനെ വന്ന് കൂടി. അപ്പൊ ആ സാധനമാണ് പിന്നെ ഈ ചെടിയായതെന്ന് പറയണു. ആ മുടി അപ്പൊ ആള് കളഞ്ഞൂലോ. ആ മുടി പിന്നെ പിടിച്ച് നടക്കില്ലല്ലോ. ആ മുടിയഴകൾ വീണ സ്ഥലത്തൊക്കെ ഇത് വളർന്നു, ഈ ചെടി ഉണ്ടായി. ആളും പോയി സ്വർഗത്തിലേക്ക് പിന്നാലെ. ഇതാണ് മുടി കണ്ട, ഇത്രക്ക് മുട്ടോടൊപ്പം തന്നെ മുടി കണ്ട, ഇത്രയും മുടി. നടന്ന ശരി. എന്റെ അമ്മയുടെ പേരാണ് സീതാദേവി. ഈ സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങള് ഇത് ഞങ്ങളുടെ അത്രയ്ക്കധികം വേനൽക്കാലത്ത് ചാക്കിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവരും. ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്ന ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡാ. ഇതിപ്പോ മഴ പെയ്ത് നനഞ്ഞെടുക്കണ നല്ല സുഖമായിട്ട് പറിച്ചെടുക്കാൻ പറ്റൂല്ലേ. ചിലപ്പോ പറക്കത്തിരി പാടായിരിക്കും. പാടങ്ങളില് ഇങ്ങനെ പിള്ളേരുകളെ നോക്കി കേട്ടോ, ഇതിൽ ഉപ്പുണ്ടോന്ന്. എന്നെ ഉറുമ്പ് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ആകെ മാന്തിട്ട് പോയോ സമാധാനായിട്ട്. ഭൂമി ദേവിനെ വിളിച്ച് കരയും. അമ്മയെന്ന് വിളിക്കും. അല്ല, ഇതിനിപ്പോ വറക്കണ, ഇതിങ്ങനെ ചില നല്ല രസമുണ്ടല്ലോ. അയ്യോ, കാല് നിറയെ ഉറുമ്പ് കടിച്ചു എല്ലാ സ്ഥലത്തും. ഉറുമ്പേ എങ്ങട് പോണ്, ഭരണി കാവില് വിത്തിന് പോണ്. അയ്യോ, കടി കൊടുക്ക. ഉപ്പുണ്ടോ നോക്കി. രസല്ലേ ഉപ്പുമാവിൽ ചേർക്കണേനേക്കാളും വളരെ കുറെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പോയി. സിമ്പിളാണ്. ഇത് ഉപ്പുമാവാക്കിട്ട് നമുക്ക് പ്രഖ്യാപിച്ചാൽ മതി. സബോള ഇട്ടിട്ടില്ലേന്ന് മാത്രം. സബോള ഇടണ്ട അല്ലേ. അപ്പൊ ഉരുളക്കിഴങ്ങ് 2 ഉരുളക്കിഴങ്ങാണ് ഇട്ടത് അല്ലേ ചേട്ടാ? അതിലേക്ക് നമ്മുടെ ഈ റവാൻ്റെ മിക്സ് ഉണ്ടാക്കിയതില്ലേ അത് ഇട്ടു. ചൂട് ഉണ്ട് കേട്ടാ. മല്ലിയില ഇട്ടു. ഇനി ഇത് നന്നായി കുഴയ്ക്കണം. എന്തേ നീ കുഴക്കണേ? അയ്യോ, ഇത് ഭയങ്കര ചൂടുണ്ണിയേ, നിനക്ക് കുഴയ്ക്കാൻ പറ്റില്ല. വേണേ നോക്കിക്കോ. കൈ പൊള്ളിയിട്ട് എന്നെ പറയണ്ട കേട്ടാ. കൈ പൊള്ളും. കൈ പൊള്ളിയില്ലേ? കൈ പൊള്ളും. ചൂടുണ്ടതേ. ഇത് ചൂടാറുന്ന കഴിഞ്ഞ് ഇരുട്ടാവും. കുറച്ചും കൂടി ഉപ്പ് ചിലപ്പോൾ ചേർക്കേണ്ടി വരും കേട്ടാ. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്തൂല്ലോ. വീണ്ടും തീ കത്തിച്ചു, പാത്രം അടുപ്പത്ത് വെച്ചു. ആ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചു കേട്ടാ. എന്തായി ചേട്ടാ? ഞാൻ കയ്പക്കായി നടാൻ പോണായിരിക്കും. കുമ്മായം ചേർക്കാൻ പോണു. കുറച്ച് കുമ്മായി ഒന്ന് വെതറി കൊടുക്കണം. pH കറക്റ്റ് ആക്കണ്ടേ. തക്കാളി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തക്കാളിക്ക് പിന്നുണ്ടാവോ? തക്കാളി അല്ല, തക്കാളി ഇപ്പോഴത്തെ ടൈമേ തക്കാളി ഉണ്ടാവാൻ 99% സാധ്യതയില്ല. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടോ? ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്തിനു പറഞ്ഞേ? തൈകൾ ഇപ്പോഴും വിൽപ്പന നടത്തണ്ടല്ലോ. തൈകൾ ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് അത് അവരുടെ ബിസിനസ് ആണല്ലോ, അവരത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾ അത് വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. അതൊരു വട്ടം ഇക്കൊല്ലം ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മള് മാർച്ച് മാസത്തില് എങ്ങനെയും പിന്നെ തൈ വാങ്ങിക്കില്ലല്ലോ അവരെ. താല്ലേ ചേട്ടൻ്റെ നോക്കിയേ, കഴിഞ്ഞ മാസം അതിന് മുന്നിലത്തെ മാസം വെച്ചതാ. ഒരു തടത്തിലത്തെ മുഴുവൻ തക്കാളി ഇതായിപ്പോയി, ഉരുകിപ്പോയി, വാടിപ്പോയി. മതിയില്ലേ വെളിച്ചെണ്ണ? കുറച്ചുപ്പിൻ്റെ പോരായിണ്ട് കേട്ടാ. കുറച്ചുപ്പിൻ്റെ പോരായിണ്ട്. അത് കാരണം കൊണ്ടേ ഉരുളക്കിഴങ്ങ് ഉപ്പിടാണ്ടാണ് വേവിച്ചത്. അത് കാരണം ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇടാട്ടാ. അയ്യോ ചേട്ടൻ, ഇത് ഇടുമ്പോ 2-3 പേര് കൂടിയിട്ട് ഇടേണ്ടി വരും വെളിച്ചെണ്ണ. അല്ലെങ്കിൽ ആദ്യം ഇട്ടത് കരിയോ? നോക്കിയോളൂ. അത് ഇട്ട് കൊടുത്തൂട്ടാ. ചേട്ടന്റെ പണി കഴിഞ്ഞാ? അയ്യോ, ഞാൻ നോക്കാം. ഞാൻ നോക്കാം. മാങ്ങിയ ഭഗവാനേ, ഈ വെളിച്ചെണ്ണയിലേക്ക് അങ്ങനെ തന്നെ മറ്റേ ക്രോണിക് ബാച്ചിലറില് മറ്റേതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോലെ വരുന്നുണ്ട് നമ്മള്. അതുപോലെ അല്ലാട്ട വരാ.
കരിഞ്ഞിട്ട് 3 രൂപങ്ങൾ ആ പാട് പൊള്ളിയിട്ട് ആ വയറായിരിക്കും. ഇതിപ്പോ ബോളൊക്കെ അപ്പൊ ഇത്തിരി തീയാക്കട്ടെ. അപ്പൊ ഇനി അടുത്ത പാചകം തൊട്ട് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ മാറ്റാട്ടെ ചേട്ടാ നമുക്ക്. കോട ചൂടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സാധനം ഒരു തടസ്സം വേണ്ടി വരും മുകളില്. പിന്നീട് മാറിക്കട്ടെ, വീടിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പിന്നീട് മാറ്റണം. അല്ലെങ്കിൽ ആ ഓടാനൊക്കെ ബാക്കിൽ ചേട്ടൻ സ്ഥലം സെറ്റാക്ക. എയർ ബാഗ് സെറ്റ് ചെയ്തു. തീ കുറച്ചു. തീ ഇത്തിരി പോരായി എന്നോണം. തീ കുറച്ചതാ. ഇനി തീയാക്കാം. തീ കൂട്ടി വെക്കേണ്ടി വരും, അല്ലാച്ചെങ്കിലേ രാവിലെ ആവില്ലാന്നല്ല, അത് വെളിച്ചെണ്ണ കുടിക്കും. അല്ല വെള്ളം കുടിക്കണം. ഹായ് എൻ്റെ ഒരു കഴിവ്. അല്ല ഞാൻ കൊറേ ശ്രമിച്ചിട്ടാണ് അതിനെ അങ്ങനെ ആക്കിയത്. അച്ഛനല്ലേ അച്ഛൻ അങ്ങനെ വിട്ടുപോരൂ. ഇല്ലല്ലേ വിട്ടുപോരൊന്നുമില്ല. തീ കൂട്ടിയ ചേട്ടൻ ഇത്തിരി കൂട്ടി പിടുത്തം കിട്ടില്ല. അങ്ങോട്ട് തീക്കിട്. ആ വെളിച്ചെണ്ണ ഇതിനെ വേണമെങ്കിലേ ഇങ്ങനെ വലുതാക്കിയിട്ട് എടുത്തിട്ട് ഉള്ളു ഒരു റോളാക്ക ചുക്കണ്ടത് ആക്കണ പോലെ പറഞ്ഞു മുഴുവനാക്കട്ടെ പോലെയൊക്കെ അങ്ങനെ പരത്തിട്ടില്ലേ? അതല്ലേ പറഞ്ഞേ. അപ്പോഴത്തേക്കും നീ തോക്കിയ കയറി വെടിയേക്കല്ലേ. ഇത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടേ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് മനസ്സിലായ? അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്ന്. അങ്ങനെയാണ് അതിൽ ചെയ്യണ കണ്ട ആ വീഡിയോയില്. ഞാൻ പിന്നെ അതെളുപ്പാ. അതെളുപ്പം അല്ല, ഇത് നല്ല എളുപ്പല്ലേ ഉണ്ടാക്കാൻ, നല്ല സുഖാ. ഞാൻ നോക്കിയാ വന്നിട്ട് കുറച്ച് സമയം കൊണ്ട് ഇത്രയും ഇങ്ങനെ വേണല്ലേ. ഇല്ലേ ഇത് ഈ മതിയല്ലേ. പിന്നെ ഇത് മാറ്റത് എന്തുട്ടെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാലേ അല്ല, അത് പൊട്ടുന്ന ശബ്ദം കേട്ട ഇങ്ങനെ ഒറ്റ ഇങ്ങനെയാക്കും. റെസ്ക്യൂ ഓപ്പറേഷൻ. അത് വെറുതെ മാറ്റിയിട്ടാ കടന്നിട്ട് നമുക്ക് മാവിൻ്റെ ഇടയ്ക്ക് നിൽക്കരുത് വേനൽക്കാലത്ത്. അല്ല ഈ മഴക്കാലത്തല്ല, ഈ മാങ്ങകൾ ഇങ്ങനെ നിറച്ച് നിൽക്കുന്ന ടൈമില് മാങ്ങകൾ വീണോണ്ടിരിക്കുന്ന സമയത്ത്, അല്ലാത്ത സമയത്ത് നിന്നൂടെ? ഭയങ്കര കാക്കയ്ക്ക അല്ല, ഭയങ്കര അപകടകരമായിട്ടുള്ള സംഗതിയല്ലത്. ഇത്ര പറഞ്ഞപ്പോ നീയല്ലത് പറഞ്ഞത്. പറയണവരാലോചിച്ചില്ലല്ലോ. അല്ല മാവിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ പാടില്ലെന്ന്. ഈ സാധനല്ലേ ഇത് ഇങ്ങനെ കഴിക്കണേ കഴിച്ചോട്ടാ. ഇത് ഇങ്ങനെയൊക്കെ അൺഹെൽത്തി അല്ലേ? ഇങ്ങനെ ഇത് കഴിക്കാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട്. ജഗ്ഗു കഴിച്ചു നോക്കിയേ. ഏത് ഇത് ചേട്ടൻ കഴിച്ചപ്പോ നല്ല രസമുണ്ടെന്ന് പറഞ്ഞല്ലോ. വെല്ലപ്പളൊക്കെ അല്ലേ? എന്നാ ഇത് കഴിച്ചു നോക്കി ചേട്ടൻ. ഉരുളക്കിഴങ്ങ് ചേർത്തത്. ആ ശരിയാ. ഞാൻ ആ കായ്പ കൈ നടട്ടെ. നിങ്ങളത് ഉരുട്ട്. രസമുണ്ട്. ഇല്ല ഇങ്ങനെ കഴിക്കാൻ രസമല്ലേ? സോയ് സോസ് കഴിച്ചിട്ട് കലക്കി രസം നോക്കിയേ. 3D അവിടെയൊക്കെ തടാക്കി, നല്ല തടാക്കി അടിപൊളി കുമ്മായം വളം. ഞാനിങ്ങനെ നീളത്തിലാണ് നടുന്നത് കേട്ടാ. പന്തൽ നിട്ട് ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാ. ഇതേപോലെ നടും. നല്ല തൈകളാണ്. ഇതിപ്പോൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ദൈവത്തിന് വിട്ടു കൊടുക്കും. ഇങ്ങനെ നടാം. അസോളം നിറഞ്ഞു കവിഞ്ഞു ചേട്ടാ. ആ കോഴികൾക്ക് കൊടുക്കാം. ഇതെന്തിട്ട് കയ്പിക്കായനാവോ ഈ മറ്റേ ഈ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് ഈ പെശക്കാതരുത്. ഏതിൻ്റെ ഉള്ളില്? മറ്റേ ഈ പോളി ഹൗസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ടൈപ്പാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവും തോണ്ട. ഈ ചുട്ട വലുത് നമുക്ക് അന്ന് ഉണ്ടായി കിട്ടിയത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലല്ലേ? നവംബർ ആ സമയമല്ലേ പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലത്. നല്ല മഞ്ഞും പിന്നെ വലിയ ചൂടുമില്ല. ശരിയാ. തീ വേണേ കുറച്ച് ചേട്ടാ. ഇതേട്ടാ തീ കുറച്ചു. ഫസ്റ്റത്തെ ബ്രൗൺ ആയി. കണ്ടാ നല്ല ഭംഗിയില് കാണാൻ. ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും കേട്ടാ. ഒരുമിച്ചാണ് ഇടാം. ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ നല്ലത് കേട്ടോ. അപ്പൊ എല്ലാ സ്ഥലത്തും അല്ലാതെ ഒരുപോലെ വരും. അല്ലെങ്കിൽ ആദ്യം ഇടുന്നത് ആദ്യം ആവും. നല്ല ഭംഗിയില് കാണാല്ലേ. ടേസ്റ്റ് ഉണ്ട് സാധനം. ഞാൻ നോക്കി കിളികൾ ചേക്കേറാനുള്ള ഇതിലായി. അതന്നെ.
അസോള പോരല്ലേ സരിത കോഴികൾക്ക്? ആ അതിങ്ങനെ നിറഞ്ഞിങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്ന് കയറി തുടങ്ങി. ഒരാള് അസോളയുടെ വിത്ത് തരുമെന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു സരിത. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ആ അത് മണ്ണുത്തിന്നൊക്കെ കിട്ടില്ലോ. അല്ല പക്ഷേ സ്ഥലം എവിടെയെന്നറിയോ? ആ പത്തനംതിട്ട എത്ര? അയ്യോ ഞാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വീട്ടിൽ വരാണി തരാന്ന് പറഞ്ഞു. അവിടെ അടുത്ത ഏതെങ്കിലും നഴ്സറികളിൽ അന്വേഷിക്കാൻ പറയാറില്ല. എന്തായാലും കിട്ടും. എവിടെയെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല ഈ സാധനം. ഉണ്ടാവും. ജഗ്ഗു സോസ് എടുക്കാൻ പോയിട്ട് വന്നാ? ഇല്ല. ഇത് ഇരുട്ടാകുമ്പോഴേക്ക് തിന്ന് കഴിക്കാൻ പറ്റുമോ? ആ വഴിക്ക് മുങ്ങിയില്ലവൻ. ഇത്ര മതി. ഇത് കോഴികൾക്ക് നമുക്ക് കൊടുക്കാം. അതിന് തീ വരുന്ന അല്ല പുക വരുന്ന കരിയില്ലേ? ഇല്ല. തീ കുറച്ചേട്ടാ. രണ്ടാമത്തെ സ്റ്റെപ്പ്. കഴിഞ്ഞൂല്ലേ? മൊത്തം കഴിഞ്ഞില്ലേ? ഇനിയുണ്ട്. അതിന് ഫ്രിഡ്ജിൽ വെച്ചോ? തന്നെ തിന്നാം. തന്നെ തിന്നാൻ നല്ല രസമാട്ടാ ഈ സാധനം. ഇതിങ്ങനെ കഴിക്കാനും നല്ല രസമുണ്ട്. അവനെന്നാലും സോസ് എടുക്കാൻ എവിടേക്കാ പോയേ? എന്താ ചിരിക്കണ്? അടിപൊളി സാധനം. ഭയങ്കര ക്രിസ്പിയാ. ഇത് നല്ല തീയിലിട്ടിട്ടേ പെട്ടെന്ന് അങ്ങോട്ട് പുറം ഭാഗം ബ്രൗൺ ആവില്ലേ, അപ്പം തന്നെ എടുക്കുക. അപ്പോൾ ഉള്ളു നല്ല അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും, പുറം ഭാഗം ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ നമ്മുടെ ആയത്തെ ആദ്യം നമ്മളാക്കിയതേ കുറേ സമയം ചെറു തീയിൽ കിടന്നു. അപ്പോൾ ഉള്ളു മൊരിഞ്ഞു അതുണ്ടായി. കുറച്ചും കൂടി വലിയ ബോളാക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പം രണ്ടാമട്ടാക്കിയത് നമ്മൾ നല്ല തീയിലാണ് ഇട്ടിട്ട് പെട്ടെന്ന് എടുത്തത്. അതുകൊണ്ട് അതിൻ്റെ ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിനുള്ളിന് ടേസ്റ്റ് കൊടുക്കും. മറ്റേത് ഫുള്ള് മൊരിഞ്ഞ് തന്നെയാണ്. അപ്പോഴേ നേരം ഭയങ്കരമായിട്ട് ഇറ്റായി. ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ടൊന്നുമില്ല, കണ്ണ് കാണാത്ത പോലെ. അപ്പോൾ നല്ല രസമാണ് സാധനം തിന്നാനിട്ട്. ഇപ്പോൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട്. ഇതെല്ലാം മൊത്തത്തിൽ വെന്തിരിക്കുന്ന സാധനം ആയതുകൊണ്ടേ നമുക്ക് ഇത് ഇങ്ങനെ കുറേ സമയം കിടന്ന് വേവിക്കേണ്ട കാര്യമില്ല, ഇട്ട് വേഗം എടുക്കാം. അപ്പോഴാണ് കേട്ടോ രസം ഉണ്ടാവുക. ചെറുതീയിൽ കിടന്നിട്ട് ആക്കി കഴിഞ്ഞാൽ ഉള്ളിൽ വെളിച്ചെണ്ണയൊക്കെ കയറി. കൊള്ളിപ്പൊടി ഉണ്ടാക്കാൻ പറ്റുന്നത് സാധനം. കൊള്ളിപ്പൊടിയാ? കൊള്ളിപ്പൊടി കൂടി പൊട്ടി തെറിക്കില്ല, ഭൂകമ്പാവും. ആ കൊള്ളിപ്പൊടിയാ ചിലപ്പോൾ പൊട്ടി തെറിക്കും. ഇത് തന്നെ നല്ലത് റവയും ഉരുളക്കിഴങ്ങും. ജഗുവിൻ്റെ സോസും ഉണ്ട്. എവിടെയായിരുന്നു? വേഗം ടേസ്റ്റ് ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാൻ. നല്ല രസം തന്നെ അത്. ഇതിലേക്ക് ഒഴുക്കി. നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതിൽ തന്നെ മതിയാ? വേറെ പ്ലേറ്റ് വേണോ? ജഗ് സോസ് വേണം തോന്നും. തന്നെ കഴിക്കുക. എന്നെ പോയത് കുറേ നേരമായി. ബന്ധം നോക്കിയേ, സോസ് കൂടിയിട്ട് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ട വായ പൊള്ളിയാ? കിടാങ്ങൾക്ക് ഇഷ്ടാവും ഇല്ലേ? കിടാങ്ങൾക്ക് മാത്രമല്ല വലിയൊരു ഇഷ്ടാവും. നമുക്ക് ഇഷ്ടമായിട്ടാ. ഇത് അൺഹെൽത്തി ആണെന്ന് തോന്നുന്നവർക്ക് ഇത് വറക്കാണ്ട് അത് വരയ്ക്കുള്ള സ്റ്റേജ് ആക്കിയിട്ട് കഴിക്കാം. നോർമലായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അതിൽ പൊട്ടാറ്റോ ചേർക്കണ്ട, അവിടെ വരക്കി പിന്നെ ലാസ്റ്റത്തെ ആ മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അത് കഴിക്കാൻ തന്നെ നല്ല രസമുണ്ട്. എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഫ്രൈ ചെയ്ത് കഴിച്ചതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് അതാട്ടാ. ഞാൻ ഉണ്ടാക്കൽ നിർത്തി. ഈ സാധനമല്ലേ രസം കൂടുതൽ, എനിക്കിത് കൂടുതൽ ടേസ്റ്റ് തോന്നിയ. പക്ഷെ അച്ഛനും അതാ ഇഷ്ടമായിരുന്നു. നിനക്കും അതാ ഇഷ്ടമായേ? ആ ജഗ്ഗുവിനും ചേട്ടനും അതാ ഇഷ്ടമായി തോന്നുന്നു. ഇത് ആയിട്ടാ. അതെടുത്തിട്ട് ഞാൻ അല്ല രണ്ടവിടേക്ക്. അപ്പോൾ നമുക്ക് പോട്ടെ.